ഹലോ, എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം? എല്ലാവരും സുഖത്തിലും റാഹത്തിലൊക്കെ തന്നെയല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ മക്കളൊക്കെ ഹോസ്റ്റൽക്കും ഹോസ്പിറ്റലിലേക്കൊക്കെ പോവുകയാണ് കേട്ടോ. ഇന്നലെ ഞായറാഴ്ച ആങ്ങളക്കാക്കൂൻ്റെ മോനെ നിക്കാഹൊക്കെ കഴിഞ്ഞല്ലോ. അതിലൊക്കെ കൂടിയിട്ട് ഇന്ന് രാവിലെ തിങ്കളാഴ്ച ഒരു ഹോസ്റ്റലിലേക്ക് പോവുകയാണ്. 6 മണിയാകുമ്പോഴത്തേന് നമ്മളെ പെരയിൽ നിന്ന് ഇറങ്ങിയെങ്കിൽ 8 മണിയാകുമ്പോഴത്തേന് ഓൽക്ക് ക്ലാസ് തുടങ്ങും. 8 മണിയാകുമ്പോഴത്തേന് ഹോസ്റ്റലിൽ ക്ലാസ് തുടങ്ങും, ഹോസ്പിറ്റലിൽ വർക്കും തുടങ്ങും കേട്ടോ. അപ്പോഴത്തേനും അവിടെ എത്തണം. അപ്പോൾ 6 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയെങ്കിൽ മഞ്ചേരിക്ക് കൊണ്ടാക്കി കൊടുക്കും കേട്ടോ പാവട്ടെ. അവിടുന്ന് പിന്നെ പെരിന്തൽമണ്ണക്ക് നേരിട്ടുള്ള ബസ്സിന് കയറിയിട്ട് പോലെ അങ്ങനെ പോകലാണ് കേട്ടോ ചെയ്യൽ. അങ്ങനെ രാവിലെ തന്നെ ഞാൻ പുട്ടിനൊക്കെ വെള്ളമൊക്കെ പാർന്നിട്ട് കുതിർത്താൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നിസ്കരിക്കാനൊക്കെ പോയി കഴിഞ്ഞ് വേഗം കുതിർത്താൻ വേണ്ടി വെച്ചാണ്. 6 മണിയാകുമ്പോഴത്തേന് ഇതൊക്കെ ആവണ്ടേ. അപ്പോൾ ഞാൻ കുതിർത്തിട്ടാണ് അങ്ങോട്ട് പോയിക്കേണ്ടത്. നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നാണ്ട് പിന്നെ ഞാനൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. ബാവട്ടീനോട് ഞാൻ തേങ്ങ പൊളിച്ച് തരാനും പറഞ്ഞു. ഇന്നലെ ഞായറാഴ്ചയല്ലേ ഞാൻ. അപ്പോൾ നിക്കാഹ് കഴിഞ്ഞ് വന്ന് വൈകുന്നേരമാണ്. അങ്ങനെ കാക്കൂൻ്റെ നിക്കാഹ് കഴിഞ്ഞാൽ പിന്നെ അനിയത്തിൻ്റെ വീട്ടിലേക്കും പോയില്ല. ഉമ്മാൻ്റെ അനിയത്തിൻ്റെ മോളെ വീട്ടിലേക്ക് പോയൊക്കെ വിശേഷങ്ങളൊക്കെ ഇതിൽ വിട്ടീനല്ലോ. അവിടെയൊക്കെ പോയി വന്ന് രാത്രി നിസ്കാരമൊക്കെ കഴിഞ്ഞാൽ വേഗം കടന്നുറങ്ങി രാവിലെ വേഗം നീച്ച് തേങ്ങയൊക്കെ പൊളിച്ച് വെക്കണം എന്നൊക്കെ വിചാരിച്ചിന്. പൊളിച്ചതൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അത് പൊളിച്ചില്ല. അപ്പോൾ പിന്നെ ബാവട്ടിനോട് തേങ്ങ പൊളിച്ച് തരാനും പറഞ്ഞ് ഞാൻ നിസ്കരിക്കാനും അങ്ങോട്ട് പോവുകയും ചെയ്ത്. നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നാണ്ട് പിന്നെ ഞാൻ പുട്ടൊക്കെ ചുടാൻ വേണ്ടിയിട്ട് ഒരുങ്ങാണ് കേട്ടോ. അപ്പോൾ കുട്ടികളത് അവിടെ നിസ്കരിച്ചുകൊണ്ട് ഇരിക്കാനുണ്ട്. ഓലെ ഇനിയിപ്പോൾ ഓലെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഓലെ ബാഗൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. ഇന്നലെ ഞാൻ പറഞ്ഞില്ല, ഒന്നിനും സമയം കിട്ടിയില്ല. വന്നാണ്ട് നിസ്കരിച്ചാണ്ട് വേഗം കടന്നിറങ്ങിക്കേനി. അപ്പോൾ പുട്ടൊക്കെ ഉണ്ടാക്കണത് ഇന്ന് കടലക്കറിയാണ് കേട്ടോ. അപ്പോൾ കടലക്കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കറിൽ ആണ് വെച്ചിരുന്നു കേട്ടോ. ഇനി അതവിടെ കിടന്നാണ്ട് വെന്തും ചെയ്തോളും. അപ്പോൾ ഞാൻ പുട്ടൊക്കെ ഒന്ന് നമുക്ക് കുറ്റിയിലുണ്ടാക്കിയാണ് നമുക്ക് ചുടാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഒരുങ്ങാം. ഞാനിപ്പോൾ ഇന്ന് പുട്ട് തന്നെ ചുടാൻ കാരണം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തരണമെങ്കിൽ പുട്ടാണ് നല്ലത്. പത്തിരി ദോശ ഓട്ടാടൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പത്തിനൊപ്പം നിൽക്കണം. ഓട്ടാട പിന്നെയും കുഴപ്പമില്ല. ഇനിയിപ്പോൾ അരച്ചുണ്ടാക്കി റെഡി ആക്കേണ്ട. പുട്ടാകുമ്പോൾ എളുപ്പമാണല്ലോ. പിന്നെ കുട്ടികൾ പോകുമല്ലോ. ഇനിയിപ്പോൾ 6 മണിയോളം ഈ അടുപ്പത്ത് കിടന്ന് തന്നെ മരണം. പിന്നെ ഒരു പോണ നേരത്തെ പിന്നെ നമ്മൾ അടുപ്പത്ത് കിടന്ന് മറിയാനാവില്ല എന്ന് വിചാരിച്ചാണ് ഞാൻ പുട്ടങ്ങോട്ട് ചുടുകയാണ് കേട്ടോ. പിന്നെ എളുപ്പമാണല്ലോ. പിന്നെ 6 മണിയാകുമ്പോഴത്തേന് ഓൽക്ക് പോവും വേണ്ടേ. അപ്പോൾ ഇതാണ് നല്ലത് എന്ന് വിചാരിച്ചാണ് അങ്ങോട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ. പിന്നെ 6 മണിക്ക് ഇപ്പോൾ തിന്നാതെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ലഘുകടിയൊക്കെ കൊടുത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 8 മണിയാകുമ്പോഴത്തേനും ഹോസ്റ്റലിലേക്ക് എത്തുള്ളൂ. അപ്പോഴത്തേനും അവിടുത്തെ ചായ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഉച്ചക്കല്ലേ പിന്നെ ഭക്ഷണം കിട്ടുള്ളൂ. ഹോസ്റ്റലിലൊക്കെ ആകുമ്പോൾ നമുക്ക് കറക്റ്റ് പോലെയല്ലേ ഭക്ഷണമൊക്കെ കിട്ടുള്ളൂ. നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകും. അതൊന്നും പള്ള പൈപ്പ് മാറൂലല്ലോ. അങ്ങനെ പുട്ടുണ്ടാക്കാൻ വേണ്ടി അടുപ്പത്തേക്കാണ് വെച്ചാണ്. പിന്നെ കുട്ടികളിത് അവിടെ ഒരുങ്ങലും മാറ്റലും ബാഗൊക്കെ റെഡിയാക്കണ തിരക്കിലാണ് കേട്ടോ. ഇന്നലെ പിന്നെ നിക്കാഹൊക്കെ കഴിഞ്ഞ് ആളെമാരെ മോളടുത്തൊക്കെ പോയി വന്നപ്പോൾ കുറേ നേരമായും ചെയ്തിലൊക്കെ കഴിഞ്ഞ് വന്ന് നിസ്കാരം കഴിഞ്ഞ് വേഗം കടന്നിറങ്ങിയെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ കുട്ടികൾക്ക് എല്ലാവർക്കും ക്ഷീണം ഉണ്ടാവുമല്ലോ. ഒക്കെയെങ്കിലൊക്കെ പോയി വന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ രാവിലെ ഉണ്ട് ഇതിനൊക്കെ ഒരുങ്ങണ. ഒരുപാടൊന്നുമില്ല, ആകെ 2 ദിവസത്തിനാണ് പോകുന്നതല്ലേ. അപ്പോൾ അതിനനുസരിച്ച് തന്നെ ഉള്ളൂ. എന്നാലും കൊണ്ടുവന്നതൊക്കെ കൊണ്ടുപോകാൻ പിന്നെ അവിടെ എത്തുമ്പോഴേക്കാരും മേപ്പെട്ട് നോക്കുക. അതുകൊണ്ട് തന്നെ അതെടുത്തണോ ഇതെടുത്തണോ എന്നൊക്കെ ചോദിച്ചു ഓരോ ഇത്ര ഞാൻ നടക്കാറുള്ള ബെഡ്ഷീറ്റും നിസ്കാരക്കുപ്പായൊക്കെ തിരുമ്പാൻ അങ്ങോട്ട് കൊടുന്നീന്. അതൊക്കെ തിരുമ്പി ഞാനവിടെ വെച്ചും ചെയ്തിന്. അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനങ്ങനെ പറയാൻ കേട്ടോ ഓരോട്. ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ റിഫൂനും 6 മണിയാകുമ്പോഴത്തേനും മദ്രസയിലെത്തണം കേട്ടോ. അപ്പോൾ ഒരു മദ്രസക്കാണ് പോകുന്നത്. 5:45 ആയപ്പോഴത്തേനും ബാവട്ടി ഓലൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഒരുങ്ങിക്കണം കേട്ടോ. ചായയൊക്കെ കുടിച്ചാണ്ട് ഓലത് അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ മിന്നും സിനും ചായക്കുടിയൊക്കെ കഴിഞ്ഞാണ് പിന്നെ ബാവട്ടി മഞ്ചേരിയിട്ട് കൊണ്ടാക്കി കൊടുക്കട്ടോ. അപ്പോൾ മഞ്ചേരിയിൽ നിന്ന് അങ്ങോട്ട് പെരിന്തൽമണ്ണക്ക് ബസ്സിന് പോകണ്ടേ. അപ്പോൾ അതിനുള്ള പൈസയൊക്കെ അങ്ങനെ എടുത്ത് കൊടുക്കാൻ കേട്ടോ. രണ്ടാളും ഒരു സ്ഥലത്തായതുകൊണ്ട് മനസ്സൊക്കെ സമാധാനം കേട്ടോ. രണ്ടാൾക്കും ഒപ്പം അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ മിന്നുവിനെ പെരിന്തൽമണ്ണ അവിടെ ഇറങ്ങാം. സിനുവിനെ അവിടുത്തെ പിന്നെ ഓട്ടോറിക്ഷ വിളിച്ച് അങ്ങോട്ട് കുറച്ചങ്ങോട്ട് പോകും വേണം കേട്ടോ. എന്നിങ്ങനെ അവളിറങ്ങിയാട് അതിന് കൊടുക്കണ്ട. 5 വാങ്ങുക. 5 വാങ്ങിയത് ഓരോന്ന് കൊടുക്കുക. ബാക്കി തീർത്തോണ്ടിട്ടോ. അങ്ങനെയല്ലേ ചെന്നച്ചാൽ അങ്ങനെയാണ് രാഖലി. എൻ്റെ ബാഗോടെ സാധനമൊക്കെ എടുത്തോ? ബാഗിലൊക്കെ വെച്ചോ? എൻ്റെ ബാഗിലൊക്കെ വെച്ചില്ലേ? വേറെ കണ്ണാട സാധനമൊക്കെ വെച്ചില്ലേ? മറന്നില്ലല്ലോ ഒന്നും. വലൈക്കും അസ്സലാം.
അങ്ങനെ മിന്നൂനും സിനുവിനും കൊണ്ട് ബാവട്ടി അങ്ങോട്ട് മഞ്ചേരിക്ക് അങ്ങോട്ട് പോയിക്കണം കേട്ടോ. മഞ്ചേരിയിൽ നിന്ന് പിന്നെ ഒരു ബസ്സിന് അവിടുന്ന് കയറിപ്പോവുകയും ചെയ്യും. അങ്ങനെ പിന്നെ ഞാൻ ഹിസുട്ടിനെ എഴുതിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങാൻ കേട്ടോ. ഇന്നലെ പിന്നെ രാത്രി ഒന്നിനും കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ഉസ്താദ് ഗ്രൂപ്പിലൊക്കെ വിട്ടതൊക്കെ ഒരുപാട് എഴുതാനൊക്കെ ഉണ്ടായിന്. അപ്പോൾ എഴുതിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ട് ഇരുന്നേക്കാൻ കേട്ടോ. ഇനി എഴുതിയിട്ട് വേണം അവൾക്ക് ചായയൊക്കെ കൊടുത്തിട്ട് മാറ്റി ഒരുക്കി മദ്രസക്ക് അങ്ങോട്ട് പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട്. മദ്രസക്ക് പിന്നെ എന്നും രാവിലെ ബാവട്ടി വണ്ടി സ്റ്റാർട്ടാക്കി അങ്ങോട്ട് പോകുമ്പോൾ പിന്നെ അങ്ങോട്ട് മദ്രസക്കാണ് കൊണ്ടാക്കി കൊടുത്താണ് പിന്നെ അങ്ങോട്ട് പോകലാണ് കേട്ടോ. ഇന്നിപ്പോൾ അതിനൊന്നും കൂടുതൽ ഇന്നിപ്പോൾ മഞ്ചേരിയിൽ നിന്ന് പോയിട്ട് ആ സമയമാകുമ്പോഴത്തേനും ഇവിടെ എത്തി കിട്ടൂല. അപ്പോൾ പിന്നെ അയലോക്കത്തെ കുട്ടികളപ്പം അങ്ങോട്ട് പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ മാറ്റി ഒരുക്കി ഇവിടെ അങ്ങനെ നിർത്തിക്കാൻ കേട്ടോ. 7 മണിയായപ്പോഴത്തേന് മാറ്റി നിർത്തിയത്. മറ്റേത് ബാവട്ടുണ്ടെങ്കിൽ 7:15 7:20 ആകുമ്പോഴത്തേനും അങ്ങോട്ട് പോകാനുള്ളൂ ഇനി കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ ഹിസുട്ടി അയലോക്കത്തുള്ള കുട്ടികളെ വന്നപ്പോൾ ഓലപ്പാട് മദ്രസക്ക് അങ്ങോട്ട് പോവുകയും ചെയ്ത്. സമ്മാനോ എന്ത് സമ്മാനമായിട്ട്? ക്ലാസ്സിൽ സെക്കൻഡ് കിട്ടിയുണ്ട് ജെല്ലി പെന്ന്. അയ്യോ അൽഹംദുലില്ലാ മാഷാ അല്ലാ. ഇസൂനെന്താ കിട്ടിയേ? ഓക്ക് ഫസ്റ്റാ, ഓക്ക് നോട്ടും കിട്ടി. റിനൂന തേടോ? എനിക്കെന്താ കിട്ടിയ? കടലാസ് മനസ്സിലാ? ആ കിട്ടിയില്ല. ഒരു മുട്ടുസൂചി ആണെങ്കിൽ നമ്മൾ പഠിച്ച് നേടിയതാണ്. അതാണ് നമുക്ക് വേണ്ടിയത്. ഒരു മുട്ടുസൂചി ആണെങ്കിൽ നമുക്കത് വലുതാണ്, സമ്മാനം കിട്ടും അല്ലേ? ചായ കുടിച്ചോളിന്ന. ഫസ്റ്റ് കിട്ടിയത് ക്ലാസിക്കിന്റെ മറ്റേ കളറിന് ബുക്കില്ല. ഇസൂനൊക്കെ ഉണ്ണിയപ്പൊക്കെ അതാതിന് കിട്ടിയതാ. വാട്സപ്പിൽ രാവിലെ നോക്കിയത് കണ്ട്. അപ്പോൾ മദ്രസിലെ ഹദ്ദാദും ഫസ്റ്റ് ഇപ്പോൾ ഈ പാദവർഷ പരീക്ഷയ്ക്ക് ഫസ്റ്റും സെക്കൻഡും തേർഡും കുട്ടികൾക്കൊക്കെ സമ്മാനമൊക്കെ കൊടുക്കലുണ്ട്. അപ്പോൾ നമ്മൾ എസുട്ടിക്ക് ഫസ്റ്റൊക്കെ കിട്ടിയത് 1ാം ക്ലാസ്സിൽ. ഇപ്പോൾ റിഫൂന് 2ാം സ്ഥാനം, റിനുവിനും 3ാം സ്ഥാനം കിട്ടി. അപ്പോൾ ഇസൂന് നോട്ടൊക്കെ കിട്ടിയെന്നാണ് പറഞ്ഞത്. റിഫൂന് പെന്നും റിനുവിന് പെൻസിലൊക്കെയാണ് കിട്ടിയത്. എന്ത് കിട്ടിയാലും നമുക്ക് സന്തോഷം തന്നെ നമ്മളെ കുട്ടികൾക്ക് കിട്ടുമ്പോൾ. പിന്നെ എന്താ ഒരു എന്താ അതിന് പ്രത്യേകത എന്താ? നല്ല അടിപൊളി മഷിയ. കൈ മെയ്തണ്ട. ആ പച്ച മഷിയാ. അൽഹംദുലില്ലാ മാഷാ അല്ലാ. അതായത് ഒരു ദിവസം കറണ്ട് പോയതാണ്. തലേന്ന് രാത്രി കറണ്ട് പോയതിൽ 2 ദിവസം പഠിച്ചാൽ ശരിക്കും കഴിഞ്ഞില്ല കേട്ടോ. രാത്രി തന്നെ കറണ്ട് അല്ലേ? സെക്കൻഡ് നല്ല പെണ്ണിട്ടില്ലേ? മറ്റേ നോട്ട് ഒരു ഉണ്ണിയപ്പൊക്കെ ആയിട്ട് വന്നിന് ഹദ്ദാത്തല്ലേ ഞാൻ. അപ്പോൾ എനിക്കും കൊണ്ടുവന്നതാണ് കേട്ടോ. ഓൾ തിന്നേ ലഡുവൊക്കെ കിട്ടിയെന്ന് ഞാൻ പറയാം. ലഡു പോന്നപ്പോൾ തിന്നു ഉണ്ണിയപ്പൊക്കെ. അങ്ങനെ പിന്നെ നമ്മളെ ഹിസുട്ടി ഒരു 9:30 മണിയൊക്കെ ആയപ്പോൾ അതിന് മദ്രസ ഇട്ട് വന്ന് പിന്നെ ഓൾക്ക് കിട്ടിയ സമ്മാനം കാട്ടിത്തരാണ് കേട്ടോ. 1ാം ക്ലാസ്സിലെ കുട്ടികളായതുകൊണ്ട് പിന്നെ ഓൾക്ക് നോട്ടിക്കിൻ്റെ വലിയ ആവശ്യമില്ലല്ലോ. അത്യാവശ്യത്തിന് ഓരോരുത്തർ നോട്ടൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ പിന്നെ ഉസ്താദുമാർ ഓൾക്ക് കളറാണ് കേട്ടോ. ഇതേപോലെ സമ്മാന പൊതിയിലൊക്കെ പോയിഞ്ഞാണ്ട് കൊടുക്കുമ്പോൾ അത് വല്ലാത്തൊരു സന്തോഷം തന്നെയാണല്ലേ. സമ്മാനം എന്ന് പറഞ്ഞാൽ ഒരു മുട്ടുസൂചി കിട്ടുകയാണെങ്കിലും അത് വലിയൊരു സന്തോഷം തന്നെയാണല്ലോ. ഇന്നിപ്പോൾ ഇത് വല്ലാത്ത സന്തോഷത്തിന് ഇങ്ങോട്ട് കാട്ടിത്തരും. നാളെ നേരം വെക്കുമ്പോഴത്തേന് 4 വയ്ക്കാരം എന്നാലും പറഞ്ഞിട്ട് കാര്യമില്ല. അത് കിട്ടുമ്പോഴുള്ള ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ലല്ലേ. അതിപ്പോൾ ഞമ്മക്കായാലും ഒരു മുട്ടുസൂചി കിട്ടുകയാണെങ്കിലും അത് സമ്മാനമായി കിട്ടുമ്പോൾ അത് വല്ലാത്തൊരു സന്തോഷം തന്നെയാണല്ലോ അല്ലേ. അങ്ങനത്തെ ഹിസുട്ടി കളറൊക്കെ ബാഗിൽ നിന്ന് എടുത്താണ് അത് കാട്ടിത്തരാൻ കേട്ടോ. വന്ന പാടന്നെ അവിടെ കുത്തർനാട് ബാഗത്തെ ബുക്കൊക്കെ വലിച്ചിട്ടാണ് സമ്മാനം എടുത്തിട്ട് കാട്ടിത്തരാൻ കേട്ടോ. അപ്പോൾ പിന്നെ മുട്ടായിക്ക് പൈസ കൊണ്ടുപോയില്ല രാവിലെ. അപ്പോൾ അതിന് മുട്ടായൊക്കെ വാങ്ങി അങ്ങോട്ട് വന്നും ചെയ്തിരിക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ ഉൾപ്പെടുത്തിയത്. പുതിയ വീഡിയോയും വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.